ക്രാക്ക് കീം 2025 ഇൻ 40 ഡേയ്സ്. സോ കീം 2025 ഇനി 40 ദിവസം കൂടിയുള്ളൂ. സോ ഈ ഒരു ടൈം ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് പോലും സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല സ്കോർ വാങ്ങി നല്ല ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ അല്ലെങ്കിൽ നല്ല ഗവൺമെൻറ് സീറ്റിൽ ബിഫാമിനൊക്കെ അഡ്മിഷൻ കിട്ടാവുന്നതേ ഉള്ളൂ. സോ ആദ്യം തന്നെ സിലബസ് അറിഞ്ഞിരിക്കണം. അണ്ടർസ്റ്റാൻഡ് ദ സിലബസ് ആൻഡ് എക്സാം പാറ്റേൺ. സോ നിങ്ങൾക്ക് അറിയുമ്പോൾ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് വരുന്നത് എഞ്ചിനീയറിങ്ങിന്. ബിഫാം ആണെങ്കിൽ അല്ലെങ്കിൽ ഫാർമസി ആണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രി മാത്രമായിരിക്കും വരുന്നത്. പിന്നെ ഫിസിക്സ് 120, കെമിസ്ട്രി 120, മാത്സ് 120 ആയിരിക്കും. പിന്നെ ഓൺലൈനാണ് എക്സാമിൻ്റെ മോഡ് എന്ന് പറയുന്നത്. സോ സംഭവം സിമ്പിളായിരിക്കും. അതായത് പ്ലസ് ടുക്കാർക്ക് തന്നെ നല്ലോണം പെട്ടെന്ന് എഞ്ചിനീയറിങ്ങിന് സീറ്റ് കിട്ടാൻ പറ്റുന്നൊരു എക്സാമാണ്. നീറ്റ് പോലും അത്ര ടഫായിരിക്കില്ല, പക്ഷേ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ 40 ഡേയ്സിൻ്റെ പ്ലാനാണ് പറയാൻ പോകുന്നത്. ഡേ 1 സെറ്റ്സും യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റും. ഡേ 2 മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനും മോഷൻ ഇൻ എ പ്ലെയിനും. ഡേ 3 റിലേഷൻ ആൻഡ് ഫങ്ഷനും സൊല്യൂഷനും. ഡേ 4 സീക്വൻസ് ആൻഡ് സീരീസ്, ലോസ് ഓഫ് മോഷൻ. ഡേ 5 ഗ്രാവിറ്റേഷൻ, സ്ട്രക്ചർ ഓഫ് ആറ്റം. ഡേ 6 ഇൻട്രൊഡക്ഷൻ ടു ഓർഗാനിക് കെമിസ്ട്രിയും കോംപ്ലക്സ് നമ്പർ. ഡേ 7 കെമിക്കൽ ബോണ്ടിങ്ങും EM വേവ്സ്. ഡേ 8 ഓസിലേഷൻ ആൻഡ് വേവ്സ്. ഡേ 9 പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനും കെമിക്കൽ കൈനറ്റിക്സും. ഡേ 10 ബൈനോമിയൽ തിയറും ഹൈഡ്രോ കാർബണും. ഡേ 11 ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതായത് ഡേ 11 ഒരു സബ്ജക്റ്റേ കൊടുത്തിട്ടുള്ളൂ, കാരണം ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1ഉം 2ഉം കൂടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് വൃത്തിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഡേ 12 ലീനിയർ ഇനീക്വാലിറ്റി, വർക്ക് എനർജി ആൻഡ് പവർ. ഡേ 13 ഡ്യുവൽ നാച്ചറും പിന്നെ ഹാലോ ആൽക്കിൻസ് ആൻഡ് അരെയിൻസ്. ഡേ 14 വരുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി, സം ബേസിക് കൺസെപ്റ്റ്. 15 ട്രിഗ്നോമെട്രിയും ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി. പിന്നെ ഡേ 16 മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. സോ ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പോലെ ആയതുകൊണ്ട് തന്നെ 2 ചാപ്റ്റർ ഒരു ദിവസം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡേ 17 സ്ട്രെയിറ്റ് ലൈനും ആൽക്കഹോൾ ആൻഡ് ഫിനോൾ ഈതർ. 18 റൊട്ടേഷണൽ മോഷനും ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് ആസിഡ്സ്. പിന്നെ ഡേ 19 റേ ഓപ്റ്റിക്സും വേവ് ഓപ്റ്റിക്സും. 20 കോണിക് സെക്ഷനും അമൈൻസും. 21 വെക്ടറും പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്റർ. ഡേ 22 കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസും കെമിസ്ട്രിയിലെ തെർമോഡൈനാമിക്സാണ്. 23 ആറ്റംസും ന്യൂക്ലിയയും. 24 ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റിയും കോർഡിനേഷൻ കോമ്പൗണ്ടും. 25 D&F ആണ്. അത് കുറച്ച് ലെങ്തി ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെയാണ് D&F ഒരു ദിവസം വെച്ചിട്ടുള്ളത്. പിന്നെ അത് പഠിക്കുമ്പം സിലബസ് നോക്കിയിട്ട് പഠിക്കാം. പിന്നെ ഡേ 26 തെർമോഡൈനാമിക്സും റിഡോക്സ് റിയാക്ഷനും. 27 ഡിഫറൻസിയേഷനും ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സും. 28 EMIയും AC. പിന്നെ 29 3D ജിയോമെട്രി ആൻഡ് ഇക്വിലിബ്രിയം. 30 ഇലക്ട്രോണിക് ഡിവൈസും ബയോമോളിക്യൂളും. 31 സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റിയും. പിന്നെ 32 ഇൻ്റഗ്രൽസും ലീനിയർ പ്രോഗ്രാമിങ്ങും. 33 മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് ആയിരിക്കും. പിന്നെ വരുന്നത് ഇപ്പോൾ ഇത്രയും ചാപ്റ്റർ കഴിഞ്ഞു, 60 ചാപ്റ്റേഴ്സാണ് നമുക്ക് ടോട്ടലുള്ളത്. അപ്പോൾ അത്രയും ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസും എല്ലാ ദിവസവും റിവൈസ് ചെയ്ത് പോകണം. പിന്നെ ഒരു ദിവസം ഡേ 35 കംപ്ലീറ്റ് ഫിസിക്സും, 36 കംപ്ലീറ്റ് മാത്സും, 37 കംപ്ലീറ്റ് കെമിസ്ട്രിയും പഠിച്ചെടുക്കണം. പിന്നെ 38 39 40 ഫുൾ സബ്ജക്റ്റ് റിവൈസ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കണം. ഫുൾ സബ്ജക്റ്റ് തന്നെ റിവൈസ് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ഫോർമുലാസും ഇക്വേഷൻസൊക്കെ പഠിച്ചെടുക്കണം. അങ്ങനെ എല്ലാ ദിവസവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാൻ നോക്കണം. ഓക്കെ. പിന്നെ ഫോക്കസ് ഓൺ റിവിഷൻസ് റാദർ ദാൻ ലേണിംഗ് ന്യൂ ടോപ്പിക്സ്. അതായത് ലാസ്റ്റ് മിനിറ്റ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ 35 to 40 ഈ 5 ദിവസം നിങ്ങൾ പുതിയ ടോപ്പിക്ക് പഠിക്കാതെ ഉള്ളത് വെച്ചിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പ്രാക്ടീസ് ടൈം മാനേജ്മെൻറ്റ് ഡ്യൂറിങ് എക്സാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ കാമായിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ്.